പിന്നെ മോളെ, നീ അക്ഷിതയുടെ ചേച്ചിയാ. കല്യാണം കഴിക്കാൻ കുറച്ച് ദിവസം താമസിച്ചു എന്ന് കരുതി ഒരുപാട് കാലം പിന്നോട്ടൊന്നും ആയി പോരുത് കേട്ടോ. ഇപ്പൊ അക്ഷിതയുടെ കാര്യം കേട്ട പോലെ നിന്റെ കാര്യം എനിക്ക് ഉടനെ കേൾക്കണം. കൺഗ്രാറ്റ്സ്. അതൊക്കെ കൺഫേം ചെയ്തിട്ട് മതി. ഇപ്പോഴേ നമ്മൾ ഇതിന്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കുക ശരിയല്ല. വീട്ടിലറിഞ്ഞ എല്ലാവർക്കും വലിയ സന്തോഷായനെ. അതൊക്കെ ഞങ്ങൾ പറയേണ്ടപ്പോ പറഞ്ഞോളാം. നീ ആയിട്ട് ഇനി ആരെയും ഒന്നും അറിയിക്കാൻ നിക്കണ്ട. ദേ, അടുത്ത ചാൻസ് നിങ്ങൾക്കാട്ടോ. അതെ. അക്ഷിതയും ദുർഗയും ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണിമയോ പൃഥ്വിയെ വിളിച്ചിട്ട് കാര്യം ചോദിക്കാലോ. ഞാനേ പൂർണിമയെ ഒന്ന് വിളിക്കാം. ഹലോ. ഹലോ പൂർണിമേ, അക്ഷിതയ്ക്ക് എന്താ പറ്റിയേ? അത് അവിടെ എങ്ങനെ അറിഞ്ഞു? എന്നോട് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ അക്ഷിതയ്ക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു പോയതാ. പിന്നെ കോള് കട്ടായി. ഞാൻ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. ദുർഗയെ വിളിച്ചിട്ടും കിട്ടിയില്ല. അതാ ഞാൻ പൂർണിമയെ വിളിച്ചേ. ആന്റി പേടിക്കണ്ട, അക്ഷിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ അവള് ഫോൺ എടുക്കാത്തെ? അത് അക്ഷിതയ്ക്കൊരു തലയിറക്കം. അയ്യോ. അല്ല ആന്റി, പേടിക്കാനൊന്നുമില്ല. ആന്റി ഉടനെ ഒരു മുത്തശ്ശിയാവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാനെ, ഞങ്ങളതൊന്ന് കൺഫേം ചെയ്തിട്ട് അറിയിച്ചാ മതിയെന്ന് കരുതിയാ പറയാതിരുന്നേ. ഈശ്വര, എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. അയ്യോ, ഇത്രയും നേരം പേടിച്ചെങ്കിലും ഇതിപ്പോ കേട്ടപ്പോ സന്തോഷായി. ഞാൻ അക്ഷിതയെ പിന്നെ വിളിച്ചോളാം. അത് മതി. പിന്നെ കൺഫേം ചെയ്യുന്നത് വരെ ആരോടും പറയണ്ട. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ ആന്റി. എന്താ നാത്തൂനെ? ഗിരിജെ, അക്ഷിതയ്ക്ക് വിശേഷമുണ്ടെന്ന്. അല്ല, ഞാൻ വിളിച്ചിട്ടും ദുർഗ എടുക്കുന്നില്ല മോനെ. അമ്മേ, ഞാൻ പൂർണിമയെ വിളിച്ചിരുന്നു. അക്ഷിതയ്ക്ക് വിശേഷമുണ്ടെന്ന്. ഈശ്വര, അക്ഷിതയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്തായാലും നല്ലൊരു വാർത്തയാണല്ലോ കേട്ടത്. ഇത്രയും നേരം മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. അതെ, അവർക്കൊരു സംശയമാണെന്നേ പറഞ്ഞുള്ളൂ. ഇനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അതുവരെ ആരോടും പറയണ്ടെന്നാ പൂർണിമ പറഞ്ഞേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിച്ചോണ്ടാ ഇപ്പൊ വിവരം അറിഞ്ഞതല്ലേ? അതെ, അല്ലെങ്കിൽ പിന്നെ കൺഫേം ചെയ്തിട്ടേ അവര് പറയുമായിരുന്നുള്ളൂ. ആ സമയത്ത് അക്ഷിതയോട് ഫോണിൽ സംസാരിച്ചിരുന്നോണ്ട് കാര്യം അറിയാൻ പറ്റി. അതെ, അധികം ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാതെ കേട്ട വാർത്തകളൊക്കെ സത്യമാകാൻ പ്രാർത്ഥിക്കേ. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ മോള് നല്ല ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഉള്ള കുട്ടിയാ. അതുകൊണ്ടാ അവൾക്ക് നല്ലൊരു കുടുംബത്തില് മരുമകളായിട്ട് കയറി ചെല്ലാൻ സാധിച്ചത്. നാത്തും പറഞ്ഞ ശരിയാ. അക്ഷിതയുടേത് വലിയ ഭാഗ്യമുള്ളൊരു ജന്മം തന്നെയാ. അക്ഷിതയ്ക്കും പൃഥ്വിക്കും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ആരാന്ന വിചാരം? ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത അവകാശിയാ. ഗിരിജെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ആദ്യം ഇതെന്താണെന്ന് ഉറപ്പാവട്ടെ. അതിനുശേഷം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയാ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും അറ്റവും മൂലം അറിഞ്ഞു തുടങ്ങുമ്പോഴേ അഹങ്കാര വാക്കുകൾ പറയരുത്. അമ്മയ്ക്ക് ഇത് എന്താമ്മേ? ഒരു നല്ല കാര്യം കേട്ട ഉടനെ മനുഷ്യന് സന്തോഷിക്കാൻ അവസരം തരാതെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് ഇത് ശരിയല്ല കേട്ടോ. അമ്മ നെഗറ്റീവ് പറയുന്ന അല്ല ഗിരിജെ. അതെ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലതായി വരാൻ പ്രാർത്ഥിക്കണമെന്നാ അമ്മ ഉദ്ദേശിച്ചത്. എല്ലാം നന്നായി തന്നെ വരും. അവര് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് വരട്ടെ. അപ്പ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരുമല്ലോ.
നീ വകരിച്ച ഉം. നമുക്ക് പോവാം. ഇവരോട് എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ. നമ്മൾ പറയുന്ന എന്താമ്മേ ഇവർക്ക് മനസ്സിലാവാത്തത്? മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാനാ താല്പര്യം. അല്ലാത്തത് ആര് പറഞ്ഞാലും കുറ്റം പറയുന്നതാണെന്നേ അവർക്ക് തോന്നൂ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൃഥ്വിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഈ സമയത്ത് പൃഥ്വി അറസ്റ്റ് ചെയ്താലോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലോ അത് അക്ഷിതയെ ബാധിക്കുമെന്ന് കരുതിയാണോ അങ്ങനെ പറഞ്ഞത്? അതെ, പൃഥ്വിയെ എന്തിന്റെങ്കിലും പേരിൽ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്ത് ലോക്കാക്കി മെയിനോന്റെ വിവരങ്ങൾ ചോദിക്കാന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് പൃഥ്വിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് അക്ഷയോട് ചെയ്യുന്ന വലിയ ക്രൂരതയായി പോകും കിരൺ. എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. പ്രഗ്നൻസി കൺഫേം ആണോന്ന് അറിയാലോ. ഉം. മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തിരിച്ചു വിളിക്കും. ദുർഗമോളെ, മുത്തശ്ശി വിളിച്ചിരുന്നു അല്ലേ? ആ ഞാൻ ഫോൺ മുറിയിൽ വെച്ചിട്ട് താഴെ വരെ പോയിരുന്നു. റിങ് ചെയ്തതൊന്നും കേട്ടില്ല. ആ സാരമില്ല. ഞാൻ അക്ഷിതയുടെ കാര്യം അറിയാൻ വിളിച്ചതാ. ഇപ്പോ വസുമതി പൂർണിമയെ വിളിച്ചപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവിടെ എല്ലാവർക്കും വലിയ സന്തോഷായി. ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ. അവരവിടെ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ നീ കാര്യം വിളിച്ച് പറയണേ. പറയാം മുത്തശ്ശി. ആ പിന്നെ മോളെ, നീ അക്ഷിതയുടെ ചേച്ചിയാ. കല്യാണം കഴിക്കാൻ കുറച്ച് ദിവസം താമസിച്ചു എന്ന് കരുതി ഒരുപാട് കാലം പിന്നോട്ടൊന്നും ആയി പോരുത് കേട്ടോ. ഇപ്പൊ അക്ഷിതയുടെ കാര്യം കേട്ട പോലെ നിന്റെ കാര്യം എനിക്ക് ഉടനെ കേൾക്കണം. ഒന്ന് പോയേ മുത്തശ്ശി. വയസ്സാം കാലത്ത് ഓരോരോ ആഗ്രഹങ്ങള്. മുത്തശ്ശി ആയാലോ അതുപോലെ. പോരാ, നിന്റെ കുഞ്ഞിനെ കൂടി എനിക്ക് കൊഞ്ചിക്കണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അങ്ങനെ അവസാനമൊന്നുമില്ല. അതൊന്നു തീരുമ്പോ ഒന്നായി വന്നോണ്ടേയിരിക്കും. ആഗ്രഹിച്ചോണ്ടേ അവിടെ ഇരുന്നാ മതി. അക്ഷിത ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ വിളിച്ച വിവരം പറഞ്ഞോളാം. തൽക്കാലം അത് മതി. അത് പോരെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാനൊന്നും പറയാതിരിക്കാൻ നീ ഫോൺ കട്ടിയല്ലേ? ഞാൻ നേരിട്ട് കിരണോട് പറഞ്ഞോളാം. ഓ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ വെക്കുക. ശരി ശരി ശരി. ആ എന്താണ് മുത്തശ്ശി പറഞ്ഞേ? അതൊന്നുമില്ല. അതല്ല, എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. കാര്യം പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പറയടോ. കിരണിനെ കേൾക്കാനുള്ളതൊന്നും മുത്തശ്ശി പറഞ്ഞില്ല. ഇപ്പൊ അത്ര അറിഞ്ഞാ മതി.